കൂട്ടക്കൊലപാതകത്തിൽ ആദ്യ കുറ്റപത്രമാണ് പോലീസ് സമർപ്പിച്ചു കഴിഞ്ഞത്. പ്രതി അഫാൻ മുത്തശ്ശി സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലാണ് കുറ്റപത്രം നൽകിയിരിക്കുന്നത്. 450 പേജുള്ള കുറ്റപത്രമാണ് പാങ്ങോട് CI ജിനേഷ് നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2 സമർപ്പിച്ചത്. അറസ്റ്റ് രേഖപ്പെടുത്തി 89-ാം ദിവസമാണ് ആദ്യ കുറ്റപത്രം സമർപ്പിക്കുന്നത്. 120 സാക്ഷികളും 40 തൊണ്ടിമുതലുകളും കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാമ്പത്തിക ബാധ്യതകൾക്ക് പിന്നാലെ സൽമാ ബീവിയോട് അഫാന് വൈരാഗ്യമുണ്ടായിരുന്നുവെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. കൊലപാതകത്തിന് കാരണമായത് കടവും അഫാനോട് കടക്കാർ പണം തിരികെ ചോദിച്ചതിനുള്ള ദേഷ്യവുമായിരുന്നു. ആകെ 48 ലക്ഷം രൂപയോളമാണ് അഫാനും കുടുംബത്തിനും കടമുണ്ടായിരുന്നത്. ബന്ധുക്കളടക്കം 15 പേരിൽ നിന്നായി 16 ലക്ഷം രൂപയാണ് കടം വാങ്ങിയിരുന്നത്. കൂടാതെ 17 ലക്ഷം രൂപയുടെ ഹൗസിംഗ് ലോൺ, 3 ലക്ഷം രൂപയുടെ പേഴ്സണൽ ലോൺ, 1.5 ലക്ഷം രൂപയുടെ ബൈക്ക് ലോൺ, 10 ലക്ഷം രൂപയുടെ പണയം എന്നിങ്ങനെയായിരുന്നു കടം. കടം വീട്ടാൻ സഹായിക്കാതിരുന്നതും അമ്മയെയും തന്നെയും കുറ്റപ്പെടുത്തിയതും പരിഹസിച്ചതുമാണ് പിതൃമാതാവായ സൽമാ ബീവിയെ കൊലപ്പെടുത്താനുണ്ടായ കാരണം. സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ അതേ വൈരാഗ്യത്താൽ വല്യുമ്മാനെയും വല്യുപ്പാനെയും കൊലപ്പെടുത്തി. കാമുകി ഫർസാനയെ കൊന്നത് താൻ മരിച്ചാൽ ഫർസാന ഒറ്റപ്പെടുമെന്ന സ്നേഹം കൊണ്ടല്ല, പണയം വെച്ച 4.5 പവൻ സ്വർണം തിരികെ വേണമെന്നാവശ്യപ്പെട്ടതിലെ ദേഷ്യമാണ് കാരണം. കൂട്ട ആത്മഹത്യയുടെ ഭാഗമായാണ് സഹോദരനെ കൊന്നതും അമ്മയെ ആക്രമിച്ചതുമെന്ന് പോലീസ് ഉറപ്പിക്കുന്നു. ഈ കേസുകളിൽ വെഞ്ഞാറമൂട് പോലീസ് ഉടൻ കുറ്റപത്രം നൽകും. ജനം, തിരുവനന്തപുരം.